അയ്യോ എന്താ എനർജറ്റിക് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വിഷുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? വിഷു നമ്മള് എല്ലാരും കൂടി കളിക്കും, പിന്നെ സന്ധ്യക്ക് വളക്കത്തിക്കും. വിഷുക്കണി കണ്ടിട്ടുണ്ട്. വിഷുക്കണിയും കണ്ടിട്ടുണ്ട്. ശരിക്കത്തെ വിഷുക്കണി അല്ല, പക്ഷെ സ്കിറ്റുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആൾ അമ്മയാണോ? കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾ അമ്മയാണോ? അല്ല, വേറെ ആളുണ്ട്. എല്ലാരും കരയിപ്പിച്ചല്ലോ മോള്. പക്ഷെ അതാ എന്നെ കണ്ടിട്ടായിരിക്കും മനസ്സിലാകുന്നില്ല. സെബിലിറ്റി ആണ്, സെബിലിറ്റി സെബിലിറ്റി. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ. പൊട്ടൊപ്പം കൊട്ടാങ്ങളെ കൊയിലപ്പം വിളിയാങ്ങളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ നല്ലൊരു കാങ്ങളമാര് പാട്ടിത്തരൂ വാങ്ങി ഒരു നല്ലൊരു പെങ്ങന്മാരൊന്നാടിത്തരാ. ഇന്ന് പോവണ്ടാങ്ങിലെ നാളെ പോവണ്ടാങ്ങിലെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫൺ വിത്ത് സ്റ്റാറിന്റെ ഒരു സ്പെഷ്യൽ വിഷു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കുറച്ച് കില്ലാടികളാണ്. ഇത് നമ്മള് ഡ്രാമ ജൂനിയേഴ്സിലൂടെ പ്രേക്ഷക മനസ്സുകൾ ഇടം പിടിച്ച കുറച്ച് 6 കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. ഹലോ. അയ്യോ എന്താ എനർജറ്റിക് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, എല്ലാവർക്കും സുഖം. ഇപ്പൊ എവിടെ നോക്കിയാൽ നിങ്ങളാണല്ലോ. ഇൻസ്റ്റഗ്രാം തുറന്നാ നിങ്ങള്, TV തുറന്നാ നിങ്ങള്, എന്തുവായി കാണിക്കുന്നേ? ഡ്രാമയാണോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു മോൻ? പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രാമ ജൂനിയേഴ്സിൽ അഭിനയിക്കാൻ പോയപ്പോ ഒക്കെ? ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫ്ലോറിൽ കയറുന്നതിന്റെ. പിന്നെ 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 കീറി 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 ഇഷ്ടപ്പെട്ടു. സംഭവം ഇഷ്ടപ്പെട്ടു. ഓ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? അങ്ങനൊന്നുമില്ല. കണ്ടിട്ട് പറയാറുണ്ടോ കൊള്ളാം മോനെ എന്നൊക്കെ? പറയാറുണ്ട്. ഓക്കെ. ഇതാരേ സുന്ദരി കുട്ടി? പേരെന്താ? അലീസി. ആ, അലീസി എന്താ മിണ്ടാണ്ടിരിക്കണേ? സൈലന്റ് ആണോ ഗ്രൂപ്പില്? അല്ല. അപ്പൊ എന്തൊക്കെ അഭിനയ കാണിച്ചേ? സ്കൂൾ കുട്ടിയുണ്ട്. ആണോ? സലീം കുമാർ ഉണ്ട്. അമ്പോ പോട്ടെ. ആലിസി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? UKG. UKG-ലായോ? UKG-ൽ എന്തൊക്കെയാ പഠിപ്പിക്കണേ? മാത്ത് ഫസ്റ്റ് നമുക്ക് സർക്കിൾ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞാല് നമുക്ക് നമ്മള് സയൻസ് ഉണ്ടോ? അല്ല, സയൻസ് ഇല്ല. സയൻസ് ഒക്കെ ഉണ്ടോ? സയൻസ് 3ാമത്തെ. UKG-ൽ ഇപ്പൊ അതൊക്കെ പഠിപ്പിക്കുവോ? നടുക്കിരിക്കുന്ന ആരാ? പൃഥ്വിയാണോ? പൃഥ്വി ഭയങ്കര ഫേമസ് ആണല്ലോ. ആണ്. ഞാൻ ഭയങ്കര ഫാനാ പൃഥ്വിയുടെ. ആണോ? ആ ആണോ? ഡ്രാമ ജൂനിയേഴ്സിലോ? എന്നെ കൂടി ഫ്രണ്ട് ആക്കാമോ? എന്റെ പേരെന്താ അപ്പോ? മറന്നോയോ? ആമി. അപ്പൊ എന്നെ ഫ്രണ്ട് ആക്കാമോ? ഓക്കെ. ഞാൻ പൃഥ്വിയുടെ ഭയങ്കര ഫാനാ. ആ, എന്നോട് എന്താ പറയാള്ളേ? 4ാം ക്ലാസ്സിലാണോ പഠിക്കണേ? അയ്യോ, അംഗൻവാടിയിലാണെന്ന് പറഞ്ഞത്. അപ്പൊ നേരത്തെ അംഗൻവാടിയാണോ 4ാം ക്ലാസ്? അവിടെ എന്തോ പഠിപ്പിക്കണേ? ഫുഡെല്ലാം തരണുണ്ട്. മുട്ടയൊക്കെ കിട്ടണുണ്ടോ? ഉറങ്ങോ? മുട്ട കിട്ടണുണ്ടോ? മുട്ട കിട്ടണുണ്ടോ? അത് കുഴപ്പമില്ലല്ലേ? ഉപ്പുമാവും ഉണ്ട്, കഞ്ഞിയും ഉണ്ട്. പൊന്നിന് ഇഷ്ടമാണോ അത്? ഇഷ്ട. അപ്പൊ ബാക്കി ഇരിക്കുന്ന ആളാരാ? ഞാൻ അമ്മയ. അമ്മയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 6th. അമ്മ ഇപ്പൊ ഡ്രാമ ജൂനിയേഴ്സില് അഭിനയിച്ചിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് ഒക്കെ? പുറത്ത് പോകുമ്പോ റെസ്പോൺസ് ഒക്കെ നല്ല രസമുണ്ട് പറഞ്ഞു. നല്ല അഭിനയാന്ന് പറഞ്ഞു. പിന്നെ എന്നെക്കാളും കൂടുതൽ ഇവരെ കുറിച്ചാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആൾ അമ്മയാണോ? കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾ അമ്മയാണോ? അല്ല, വേറെ ആളുണ്ട്. വേറെ ആളുണ്ട്. ആണ്. അടുത്ത ആരാ? ഈ സുന്ദരി കുട്ടി ആരാ? ഇവ കുട്ടി പറ. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിലായി.
ഇപ്പൊ അഭിനയിക്കാനൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പുറത്ത് ആൾക്കാരൊക്കെ കാണുമ്പോ ഫോട്ടോ എടുക്കാനൊക്കെ വരുമായിരുന്നോ? ഇടയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ, അടുത്ത മോളുടെ പേരെന്താ? പാർവണ. പാർവണ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 6th. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ അഭിനയിക്കാനൊക്കെ പോയിട്ട്? ഡ്രാമ ജൂനിയേഴ്സിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ തിരിച്ചറിയാനല്ലോ തുടങ്ങി. പിന്നെ ക്യാൻസറിന്റെ ഒരു ചെയ്തിക്കേനു. അതാണ് ഞാൻ കണ്ടത്. 1 million അടിച്ചൊരു പെർഫോമൻസ്. എല്ലാരും കരയിപ്പിച്ചല്ലോ മോള്. പക്ഷെ അത് എന്നെ കണ്ടിട്ടായിരിക്കും മനസ്സിലാവുന്നില്ല. മോള് പറഞ്ഞോ ഞാനാണ് അത് അഭിനയിച്ചെന്ന്? ആ കണ്ടോലൊക്കെ ഞാൻ പറയുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണോ പുറത്തുനിന്ന് കിട്ടിയേ? നല്ല ഓക്കെ. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലെ പാരന്റ്സ്, അമ്മയും അച്ഛനൊക്കെ എന്താ പറയണേ? നല്ല ഉണ്ടെന്ന് പറഞ്ഞു. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്ന ആളാരാ? മോളുടെ ചേച്ചിയാണോ? ചേച്ചി ഞാനും. അനിയനുണ്ട്. പക്ഷെ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനെയല്ല, മോനാണ് അനിയനെ നല്ല തല്ലുന്നേന്നാ പറഞ്ഞേ. ഓൻ ഇങ്ങോട്ട് അടിക്കാൻ വരും, അപ്പൊ ഞാൻ അങ്ങോട്ട് അടിച്ചിട്ട് അടക്കിടത്തും. അപ്പൊ അമ്മ ആർക്കാ വന്ന് വഴക്കരണേ? എനിക്ക്. അതെന്തിനാ? ഞാൻ മൂത്തതായതുകൊണ്ട്. ഓ, എന്ത് ചെയ്യാനല്ലേ, എല്ലാ ഗേറ്റ് പോയി. ചേച്ചീനെ അടിക്കാറുണ്ടോ? തിരിച്ചു കിട്ടാറുണ്ടോ? അപ്പൊ അമ്മ ആരെയാ വഴക്ക് പറയണേ? എന്നെ. അതെന്തിനാ? മൂത്തവർക്കല്ലേ വഴക്ക് കിട്ടുക? ചേച്ചി പാവമാണോ? ആണ്. ഓക്കെ. ഇന്ന് നമ്മൾ എന്തിനോട് ഇരിക്കുന്നേന്ന് അറിയാമോ? എന്തുവാ? എന്തോ വിഷു അല്ലേ? ഓക്കെ. വിഷുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? വിഷു ഒരു ആഘോഷമാണ്. അതെ. കൈനീട്ടം അച്ഛന്മാരും ഒക്കെ കൈനീട്ടം തരും. ഫ്രൂട്ട്സ് കിട്ടും. കണി കാണും. എന്താ വിഷുവിന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ കിട്ടും, കൈനീട്ടം കിട്ടും, കണി കാണാം, ഒക്കെ ഉണ്ട്. കൃഷ്ണന്റെ എന്താ പോലെ വിളവെടുത്ത സാധനം കൃഷ്ണന് സമർപ്പിക്കുന്നു. അതാണോ വിഷു? അങ്ങനെ പറഞ്ഞു കേട്ടു. വേറെ ആർക്ക് വിഷുവിനെ കുറിച്ച് അറിയാം? നമ്മൾ അച്ഛന്റെ വീട്ടിൽ പോയി പായസം ചോറ് അതെല്ലാം കഴിച്ചിട്ട് വരും. അതാണോ വിഷു? ഞാനിങ്ങനെ വിഷുവിന്റെ ദിവസം കടി കാണും, കൈനീട്ടം കിട്ടും. അതൊക്കെ തന്നെ. എങ്ങനെ മോളുടെ വീട്ടിൽ വിഷു ആഘോഷിക്കണം? എങ്ങനെ? വിഷു നമ്മള് എല്ലാരും കൂടി കളിക്കും, അങ്ങനെയെല്ലാം ചെയ്തിട്ട് പിന്നെ സന്ധ്യക്ക് വളക്കത്തിക്കും. ഓക്കെ. മോൾ എന്താ മിണ്ടാണ്ടിരിക്കണേ? വിഷു അങ്ങനെ വീട്ടിൽ ആഘോഷിക്കണേ? എനിക്ക് വിഷുവിനെ കുറിച്ച് എന്തുപോലെ വിഷുവിനെ കുറിച്ച് അറിയില്ലേ? ഇല്ല. കൈനീട്ടം തരാറുണ്ട് അമ്മയൊക്കെ? തന്നിട്ടില്ലല്ലേ? ഇല്ല. ചോദിച്ചെന്താ തരാത്തെ? ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതല്ല, എനിക്ക് വിഷുവിനെ പറ്റി അറിയൂല, പക്ഷെ ഞാൻ വിഷുവിന് കേട്ടിട്ടുണ്ട്. വിഷുക്കണി കണ്ടിട്ടുണ്ട്. വിഷുക്കണിയും കണ്ടിട്ടുണ്ട്. ശരിക്കത്തെ വിഷുക്കണിയല്ല, പക്ഷെ സ്കിറ്റിലുള്ള വിഷുക്കണി. അയ്യോ, ഈ ചേട്ടനാണോ? മറ്റേ ഈശോന്റെ സ്കിറ്റില് മറ്റേ മറ്റേ കാന്താരന്റെ സാധനല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മോനെ, ഇതിലെ ഏറ്റവും ഉപദ്രവിക്കുന്ന ആരാ ഈ 5 പേരില്? എന്തൊക്കെയാ ചെയ്യണേ? മോനെ അടിക്കോ? എങ്ങനെ അടിക്കണേ? എടാ, എന്നാലോ കൊച്ചിനെ നീ അങ്ങനെ അടിച്ചല്ലോ. ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ. ഈ 5 പേര് പാവാരാ? എല്ലാം റെഗുലേറ്റഡ് ആണോ? ആണ്. മോക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? പാവാരാ? മിണ്ടാണ്ടിരിക്കല്ലേ. പാർവച്ചിയാണോ പാവം? പാറുചേച്ചി. ഏറ്റവും വികൃതി കാണിക്കുന്ന ആരാ അപ്പോ? ആരുമില്ലേ? ആലോചിക്ക്. ചൂണ്ടിക്കാണിക്കേ. അമ്മയാണോ? അമ്മ എന്തൊക്കെയാ ചെയ്യണേ? ഇത്ര വികൃതി കാണിക്കുന്ന അമ്മ എന്തൊക്കെയാ ചെയ്യണേ? അടിക്കോ? പൊന്നിനെ എന്തിനാ അടിക്കണ അമ്മ? ഞാൻ നേരെ കയറി പോകുന്ന വീട്ടിലേക്കാണല്ലോ. അങ്ങനെയൊന്നുമില്ല. 2 ആൾക്കാരുണ്ട്. അവക്ക് എന്തൊക്കെയാ പറയണം?
എന്റെ ഭഗവാനെ നമ്മളെ നിന്ന് തൊട്ടിച്ചു പോലില്ല. ഓക്കെ, പാറുകുട്ടിക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് കൈനീട്ടം തന്നിട്ടുണ്ടോ? ആരാ തന്നേ? അച്ഛൻ, ആ അച്ഛൻ, ആ അമ്മമ്മ, ആ പിന്നെ എന്റെ അമ്മേന്റെ കുടുംബക്കാരെല്ലാം തന്നിട്ടുണ്ട്. ഈ അമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാ, പാറു ഭയങ്കര പഠിക്കണില്ല, ഭയങ്കര വികൃതിയാണ്, സ്കൂളിൽ പോവൂല എന്നൊക്കെ പറയാ. എന്താ അങ്ങനെ എന്നോട് പറഞ്ഞു? എല്ലാം പഠിക്കുവോ? അപ്പൊ ഇവക്കുട്ടിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ഇവ സ്കൂളിൽ പോവില്ല, വീട്ടിൽ ഭയങ്കര ഷൂട്ടില്ലെങ്കിൽ പോയിക്കൂടെ? പഠിക്കില്ല എന്ന് പറഞ്ഞതോ? അപ്പൊ പഠിക്കൊക്കെ ചെയ്യും. എന്താ പിങ്ക് പോലീസ് ആണോ? ഇതിൽ ആരൊക്കെയാ അപ്പൊ സെബിലിറ്റി? എല്ലാരും സെബിലിറ്റി ആണോ? ആ, സെബിലിറ്റി ഗ്യാങ്. ഇവിടെ ഇരിക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അവരോട് ചോദ്യം ചോദിക്കാം. ഓക്കെ, ഈ അകുലിന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, ആണോ? എനിക്കിഷ്ടാ. ഇഷ്ടാണോ? ഇഷ്ടല്ല എന്ന് പറഞ്ഞല്ലോ. ഇടയ്ക്ക് ഇഷ്ടല്ല. അമ്മയുടെ ഫുഡ് അങ്ങോട്ട് കൊള്ളൂല എന്ന് പറഞ്ഞത് ആരാ? അല്ല, അമ്മയുടെ ഫുഡ് കൊള്ളാം. കൊള്ളാം, കൊഴപ്പൊന്നുമില്ല. വീട്ടിൽ പോയി ഫുഡ് അങ്ങനെ ഒരു കാര്യമുണ്ടേ. പുറത്തുനിന്ന് കഴിക്കാനാണോ അതോ വീട്ടിൽ നിന്ന് കഴിക്കാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ്. പ്രത്യേക നിമിഷങ്ങളില് എല്ലാ ഫാൻസും അകുലിനാണെന്നാ കേൾക്കുന്നത്. ഒരുപാട് ഫാൻസ്. ആ, കണ്ടോ? ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആർക്കാ ഇവിടെ? പൃഥ്വിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളേ. ഓ, ഒരു പാട്ട് പാടി തരുവോ? ആ, ഒരു പാട്ട്. ഇവരെ കൊണ്ട് പാടിപ്പിക്കാം. ഇതിലാരൊക്കെ പാടുന്നേ? അകുൽ ചേട്ടൻ പാടും, പാറു ചേച്ചി പാടും. ഇവ ചേച്ചി ഡാൻസ് കളിക്കും അല്ലേ? ആ, അലിസ് ചേച്ചി ഡാൻസ് കളിക്കും, പാട്ട് പാടും. ആ, അകുൽ ചേട്ടൻ പാടട്ടെ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അടിപൊളി, അടിപൊളി, കൊള്ളാല്ലേ? ഇനി മോള് അലിസ. അലിസ പാടട്ടെ. അലിസ പാടിച്ചു മികച്ചി. സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ തേജനിൽക്കണ്ടേ സന്ധ്യേ കണ്ണീരിതന്തേ സന്ധ്യേ മുത്ത് കോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്ത് കോർക്കും പോലെ വിഷാദ സുസ്മിതം
കുത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, വിളി നീട്ടുന്ന കോലമയിലായി മുകിലാടുന്ന മെട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിളിക്കാം, ഒന്നി മഞ്ചാടിക്കുന്നിലേറാം. ഇനി ഇവക്കുട്ടി. ഇവക്കുട്ടി പാട്. പുട്ടനുടുപ്പിട്ട് പൊട്ടു തൊടിച്ചിട്ട് നിന്നെ ഒരുക്കിയില്ലേ, പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നില്ലേ, നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണില് ചിങ്ങനിലാവല്ലേ, നീയൊന്നു വാടിയ ആരാരും കാണാത്ത നെഞ്ചം വിങ്ങില്ലേ, മണിമുകിലോളം മകൾ വളർന്നാരും അച്ഛന്റെ ഉള്ളിലെന്നും ഇവളൊരു താമരത്തുമ്പിയല്ലേ, ചെല്ലക്കൂറുമ്പു കാട്ടി ചിണങ്ങുന്ന ചുന്ദരി വാവയല്ലേ, മിനുങ്ങും മിഞ്ഞ മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചലേ നിന്നച്ഛൻ. ഇനി പാറു ചേച്ചിയുടെ പാട്ട് കൂടി. ഓക്കെ, പാറു ചേച്ചി മോക്ക് ഇഷ്ടപ്പെട്ട പാടിക്കോ, അറിയാവുന്ന പാടിക്കോ. കാണാതെ ആരോമൽ കൈമുല്ല പിന്നെയും പൂവിടുമോ, എനിക്ക് അത്ര അറിഞ്ഞൂടാ. ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സായി? ചേച്ചിക്ക് എത്ര വയസ്സായി? നമ്മൾ ഗസ് ചെയ്യാം. ഗസ് ചെയ്തോ. ഒരു 13. അത്രേ ഉള്ളൂ? 18 20 18 20. ഞാൻ 10. ഫൈനൽ പറ. 25 കൂടുതൽ എന്തായാലും പോകില്ല. ഒരെണ്ണം എല്ലാരും ഉറപ്പിച്ചു പറഞ്ഞ ഗിഫ്റ്റ് തരാം. 30 ഉറപ്പിച്ചോ? 18 ഉറപ്പിച്ചോ? ഇവക്കുട്ടി പറ. 30. നിനക്ക് ഗിഫ്റ്റ് ഇല്ല എന്തായാലും. ഫീൽ ഹാർട്ട് ബ്രോക്കൺ. തരില്ല ഞാൻ. 13. അങ്ങനെയാണ് കുഴപ്പമില്ല. 210. അത് 210. ഒരു 18 19. ഓക്കെ, മോള് പറ. ആലിസ് പറ. 28. ഒരു 18 20 ഇടയിലായിരിക്കാം. ആണോ? ഉറപ്പിച്ചോ? പക്ഷെ നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാ. 22. യെസ്, കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കേൾക്കാത്തോണ്ട. ആണോ? പറഞ്ഞോ? അപ്പൊ പാറുകുട്ടിക്ക് ഗിഫ്റ്റ്. ഓക്കെ, പാറുകുട്ടി പൊന്നിന് തരാം. ഒരു പാട്ട് കൂടി പാടി, കൃഷ്ണൻ ഒരു പാട്ട് പാടി തന്ന സമ്മാനം തരാം. നമ്മളിപ്പോ എങ്ങോട്ടേക്ക് പോണേന്നറിയോ? നമ്മള് വെള്ളത്തിന്റെ നടുക്കാ. ബോട്ടില്. മേനിയിൽ ചാർത്താം മിനിയവനൊരു മന്ദാരമാല, കൃഷ്ണാമുകുന്ദഹരേ വരമരുളന ഗോപാലകാനി, നിന്റെ ഓടക്കുഴലിലെ കാനും പകരണമേ നീലാംബുജാക്ഷ, കണ്ണാകാനിടണേ ഗതിയരുളന ശിവാസുദേവ, ഇന്ദ്രനീലമേനിയിൽ ചാർത്താം മിനിയവനൊരു മന്ദാരമാല, കൃഷ്ണാമുകുന്ദഹരേ വരമരുളന ഗോപാലകാനി, നിന്റെ ഓടക്കുഴലിലെ കാനും
പകരണമേ നിലാമുരാശ പൊങ്കൊട്ടാങ്ങള് കൊയിലപ്പം വിളിയാങ്ങള് ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള് നല്ലൊരു കാങ്ങളമാര് പാട്ടിത്തരൂ വാങ്ങി ഒരു നല്ലൊരു പെങ്ങന്മാരൊന്നാടിത്തരാ ഇന്ന് പോവണ്ടാങ്ങില് നാളെ പോവണ്ടാങ്ങില് ഇന്നത്തൊരു തന്തി ഉറങ്ങിയിട്ട് നാളെ പോകാം കൊട്ടപ്പം കൊട്ടാങ്ങില് കൊയിലപ്പം വിളിയാങ്ങള് ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള്